പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിയിലും പെട്ടെന്നൊരു ആരോഗ്യ പ്രശ്നം. മാസപ്പിടി കേസിൽ ചോദ്യം ചെയ്യാനായി ഇന്ന് കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരാകാനിരിക്കുന്നതിനിടയിലാണ് വീണയുടെ ഈ അനാരോഗ്യം. പരീക്ഷയ്ക്ക് പഠിക്കാത്ത കുട്ടികൾക്ക് പരീക്ഷാ ദിവസം രാവിലെ എനിക്ക് വയ്യ, പനി എന്നൊക്കെ പറയുന്നത് പോലെയാണോ ഇതെന്ന് സോഷ്യൽ മീഡിയയിൽ സംസാരമുണ്ട്. പക്ഷേ ED വീണയെ അങ്ങനെയൊന്നും വെറുതെ വിടാൻ തയ്യാറല്ല. അസുഖമെല്ലാം മാറി അടുത്ത ബുധനാഴ്ച വന്നാൽ മതി എന്ന് ED വീണയെ അറിയിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായുള്ള സമൻസും വീണയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇന്നത്തെ ചോദ്യം ചെയ്യലിനായി ED ഒരു കിടിലൻ ചോദ്യാവലി തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചോദ്യം ചെയ്യൽ നടക്കാത്തത് കൊണ്ട് തന്നെ ED ഉദ്യോഗസ്ഥർക്ക് കുറച്ചധികം സമയം കൂടി കിട്ടും. ഈ ഒരാഴ്ച സമയം കൊണ്ട് വീണയെ കുരുക്കാൻ അവർ കുറച്ചുകൂടി പ്രിപ്പയർ ചെയ്യും, കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തും. അതായത് ഈ സിക്ക് ലീവ് വീണയ്ക്ക് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യാനാണ് സാധ്യത. പോരാത്തതിന് വരുന്ന 17-ാം തീയതി കൊച്ചിയിലെ ഓഫീസിൽ എത്തുമ്പോൾ വെറും കൈയോടെ വരരുത്. എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും കൊണ്ടുവരണം എന്ന് ED കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. EDയുടെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് വീണയ്ക്ക് വീണ്ടും വയ്യായിക വരാനുള്ള സാധ്യതയും ചെറുതല്ല. അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ED ഉദ്യോഗസ്ഥർ വീണയ്ക്ക് നേർക്കെറിയുക. കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് അഥവാ CMRL എന്ന കമ്പനിക്ക് IT സേവനങ്ങൾ നൽകാനെന്ന കരാറിൽ വീണയുടെ എക്സാലോജി കമ്പനി പണം വാങ്ങിയിരുന്നു. എന്നാൽ യാതൊരു സേവനവും നൽകാതെ എക്സാലോജി അടിച്ചെടുത്തത് 2.78 കോടി രൂപയാണ്. ഈ പണം എന്തിനു വാങ്ങി എന്ന ചോദ്യത്തിന് ഉത്തരം മുട്ടുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകളുടെ അവസ്ഥ കൂടുതൽ പ്രതിസന്ധിയിലാകും. CMRL MD ശശിധരൻ കർത്തയുടെ ഉടമസ്ഥതയിലുള്ള EICPL എന്ന മറ്റൊരു കമ്പനിയിൽ നിന്ന് 50 ലക്ഷം രൂപ എക്സാലോജിക് വായ്പയായി എടുത്തിരുന്നു. ഈ തുക കൃത്യമായി തിരിച്ചടച്ചിരുന്നില്ല. ഈ സാമ്പത്തിക ഇടപാടുകൾ ഏത് തരത്തിലായിരുന്നുവെന്നും രേഖാമൂലം വീണ വിശദീകരിക്കേണ്ടി വരും. ഒരു സേവനവും നൽകാതെ കൈപ്പറ്റിയ ഈ തുകകളെല്ലാം കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. 2019 ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡിലാണ് ഈ കഥകളെല്ലാം പുറത്തു വന്നത്. തുടർന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ED വീണയെ വട്ടം പിടിച്ചിരിക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് CPMനെയും പിണറായി വിജയനെയും ബാധിക്കുക എന്ന് നോക്കാം. നിലവിൽ പ്രതിരോധത്തിലായിരിക്കുന്ന പ്രതിപക്ഷ നേതാവിന് മകൾ ED ഓഫീസിൽ കയറി ഇറങ്ങുന്നത് വലിയ തിരിച്ചടിയാണ്. പക്ഷേ ഒറ്റ നോട്ടത്തിൽ ഇതൊരു വലിയ പണിയാണെന്ന് തോന്നുമെങ്കിലും ഇതിലൊരു മാസ്റ്റർ പ്ലാൻ CPM കാണുന്നുണ്ട്. ഭരണവും പോയി ഇലക്ഷനിലും പൊട്ടി നിൽക്കുന്ന ഈ സമയത്ത് ഇതൊരു ലോട്ടറി അല്ലേ എന്ന് ചിന്തിക്കുന്ന ബുദ്ധികേന്ദ്രങ്ങൾ AKG സെൻറ്ററിലുണ്ട്. പ്രതിപക്ഷ നേതാവിൻ്റെ മകളെ മോദി സർക്കാർ വേട്ടയാടുന്നു എന്ന് കാണിച്ച് ഒരു ഗംഭീര ഇരവാദം ഇറക്കാം. പ്രതിസന്ധി വരുമ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കലാണല്ലോ പാർട്ടി ലൈൻ. കേന്ദ്ര ഏജൻസികൾക്കെതിരെ നെഞ്ചും വിരിച്ചു നിൽക്കുന്ന പിണറായി വിജയൻ എന്ന ഇമേജ് വെച്ച് ന്യൂനപക്ഷ വോട്ടുകൾ വരെ അടുപ്പിക്കാമെന്ന കണക്കുകൂട്ടലും പാർട്ടിക്കുണ്ട്. തോൽവികളെ വിജയമാക്കി മാറ്റുന്നതാണല്ലോ അതിൻ്റെ ഒരിത്. എങ്കിലും പ്രത്യക്ഷമായ സമരപരിപാടികളിലേക്ക് CPM കടക്കാൻ സാധ്യതയില്ല. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പാർട്ടിയെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞ് തണുപ്പൻ മട്ടിൽ വിഷയത്തെ കൈകാര്യം ചെയ്യാനാണ് സാധ്യത. പാർട്ടി മെമ്പർ പോലുമല്ലാത്ത വീണയെ സംരക്ഷിക്കേണ്ട ബാധ്യത പാർട്ടിക്കില്ലെന്ന് തന്നെയാണ് സാധാരണ പാർട്ടി പ്രവർത്തകരുടെയും അഭിപ്രായം. എങ്കിലും നടക്കുന്നതെല്ലാം തികച്ചും രാഷ്ട്രീയ പ്രേരിതം എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി ബുദ്ധിജീവികൾ ചാനൽ പ്ലാറ്റ്ഫോമുകളിൽ ഇരുന്ന് വീണയെ വെളുപ്പിക്കാനും സാധ്യതയുണ്ട്. ED നടത്തിയ റെയ്ഡിൻ്റെ ഭാഗമായി പ്രതിപക്ഷ നേതാവിനെ സംരക്ഷിക്കാൻ തെരുവിലിറങ്ങിയ അണികൾ ഇപ്പോഴും ജയിലിലാണ്. അതിനാൽ തന്നെ EDയെ ഭൗതികപരമായി നേരിടാനായിരിക്കും പാർട്ടി ശ്രമിക്കുക. ഏതായാലും വരുന്ന 17-ാം തീയതി കൊച്ചിയിലെ ED ഓഫീസിൽ ഒരു വമ്പൻ മെഡിക്കൽ ക്യാമ്പ് തന്നെ നടക്കാൻ സാധ്യതയുണ്ട്. പനി മാറിയോ എന്നറിയാൻ ED ഉദ്യോഗസ്ഥർ അവിടെ തെർമോമീറ്ററിന് പകരം കാൽക്കുലേറ്ററും കണക്ക് പുസ്തകങ്ങളുമായിട്ടായിരിക്കും വീണ വിജയനെ കാത്തിരിക്കുക. മറുവശത്ത് സൈബർ സഖാക്കൾ ന്യായീകരണ ക്യാപ്സ്യൂളുകൾ നിർമ്മിക്കാനുള്ള ഓവർ ടൈം പണിയിലായിരിക്കും. പാവങ്ങൾ, വീണയുടെ വയ്യായികയ്ക്ക് അവർ ഏത് കമ്പനിയുടെ ക്യാപ്സ്യൂളുകളാണോ എന്തോ ഇറക്കാൻ പോകുന്നത്. കൂടുതൽ എക്സ്ക്ലൂസീവ് രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഈ പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക.